You are YouTuber. Merry Christmas. Yes? Yeah. Adi fuck it. ഓ വാ ഓ അടിപൊളി. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പള്ളിയുടെ ആ ഒരു ഫുൾ സ്ട്രക്ചർ നമുക്ക് മേളിൽ വരെ പോവുകയും ചെയ്യാം. Hey, what is up guys? Today I'll be showing you around some of the places I had visited during my visit to Gran Canaria. Now, Gran Canaria is like a Spanish island located in the Atlantic Ocean and it's part of the Canary Islands. Even though the island is relatively small, it is about 1560 square kilometers, and a little fun fact is that it is known as the mini continent because of the variety of landscapes that are present there. So yeah, join me on this vlog to see more about it. Also, first video. Yeah. Hello guys, so I'm in the Canary Islands. Now I'm going to find where the bus is. I don't know where it is. ഞാൻ ഒരു മണ്ടനം ഇല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് താഴെ. എനിസ് വെതർ ഒരു രക്ഷയില്ല. ദൂരെ നല്ല ടോൾ മൗണ്ടൻസ്. Guys, ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ബിയർ. ഇറ്റ് ഈസ് ബ്രൂഡ് ഇൻ ഗ്രാൻ കനാരിയ. ഇറ്റ്സ് കോൾഡ് ദ ട്രോപ്പിക്കൽ ബിയർ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് എനി അതർ ലാഗർ ബട്ട് ഇറ്റ്സ് സൂപ്പർ ചീപ്പ്. ലഞ്ച് വാസ് അമേസിംഗ്. നൗ ഓൺ മൈ വേ ടു ദ ഡ്യൂൺസ്. വെൽക്കം ഗൈസ് ടു ദ ഡ്യൂൺസ് ഓഫ് മാസ്പലാമാസ്. അടിപൊളി. ബീച്ചിൻ്റെ ആ സൈഡിൽ നല്ല കൈറ്റ് സർഫിംഗ് ഒക്കെ നടപ്പുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി ന്യൂഡ് ബീച്ച് സോണാണത്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഇവിടെ കുറച്ചുകൂടെ പിള്ളേരൊക്കെ കാണുന്നത് ഇവിടെ കാണത്തില്ല. ഗൈസ്, ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് വിട്ടേക്കുക. വി ആർ ഗോയിങ് ടു പ്ലായ ദേ എന്തോ അമദോറസ് അങ്ങനെ എന്തോ പറയുന്ന സ്ഥലം. ഒരു ബീച്ച് പ്ലസ് ക്ലിഫ് ജമ്പിങ് സ്പോട്ടാണ്. അപ്പോൾ അങ്ങോട്ടാണ് വിടുന്നത്. ഇവിടുത്തെ ബീച്ച് ഇച്ചിരി റഫായിരുന്നു, സോ ചാടാൻ പറ്റിയില്ല. ബട്ട് യാ, സിറ്റി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരു രക്ഷയില്ല. മൊത്തം പാം ട്രീസ്, കാക്ടസ്, അങ്ങനത്തെ യൂറോപ്പിൽ കാണാത്ത പോലത്തെ ഓരോ ചെടികളൊക്കെയാണ്. ബട്ട് വെരി ബ്യൂട്ടിഫുൾ. എന്തെങ്കിലും സീ ഫുഡ് കഴിക്കണം, അതുവരെ കഴിച്ചില്ല. ഹോപ്പ്ഫുള്ളി നമ്മുടെ ബസ് ഇപ്പോൾ വരുന്നുണ്ട്. 36 33 നമുക്ക് എടുക്കേണ്ടത്. സോ പുവർട്ടോ മോഗൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അതിൻ്റെ അടുത്തുള്ള ബീച്ചാണ് പ്ലായ മദോറസ്. നമ്മൾ സിറ്റി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കാലാവസ്ഥയും ഈ ഒരു സാൻഡൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ മണ്ണും കല്ലും അങ്ങനത്തെ ഒരു രീതിയിലാണ്. ബട്ട് സിറ്റീസൊക്കെ നല്ല മെയിൻറ്റെയിൻ ഉണ്ടാവും. പക്ഷെ വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഒരു മിഡിൽ ഈസ്റ്റ് എന്നൊരു വൈബാണ്. മലയും കല്ലും ആ ഒരു. നമ്മൾ ഓൺ ദ വേ ഒരു സിറ്റി സ്റ്റോപ്പ് ചെയ്തു. ഇറ്റ്സ് കോൾഡ് പോർട്ടറീക്കോ. ശരിക്കുള്ള ആ പോർട്ടറീക്കോ അല്ല, ഇത് വേറൊരു പോർട്ടറീക്കോ. നല്ല രസമുണ്ട്. ഫുൾ വെള്ള കളർ ബിൽഡിങ്സ് ഇങ്ങനെ സ്റ്റെപ്പായിട്ട്. ഇപ്പം അവിടെ നിർത്തിയേക്കോ. ഇപ്പം ആൾക്കാരെ പിക്ക് ചെയ്തുകൊണ്ട് പോവാ. ഇനിയൊരു 5-10 മിനിറ്റ് കൂടിപ്പോയാൽ. Merry Christmas. You are YouTuber. Merry Christmas. Yes? Yeah. What is your current? I haven't started yet. First video. First video. Okay. Okay. അടിപൊളി, ഒന്നും പറയില്ല. ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്. അടി ഫക്ക്. നല്ല അടിപൊളി വെള്ളം. വലിയ തണുപ്പൊന്നുമില്ല.
നല്ല നീല കളർ. ഇങ്ങനെ അവിടെ നിന്ന് നീന്തി ഇതിനകത്തൂടെ വരാം. എന്നിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അതിൽ കൂടെ മെയിൻ കടലിലോട്ട് ചാടാമെന്നാണ് കേൾക്കുന്നത്. പക്ഷെ അത്ര സാഹസികം ഇപ്പോൾ ഇല്ല. അപ്പോൾ നമുക്ക് തിരിച്ചുവിടാം. ഒന്നും പറയില്ല, അടിപൊളി എക്സ്പീരിയൻസ്. പക്ഷേ ഇവിടെ നമ്മളെക്കാളും അടിപൊളിയായിട്ട് ചെയ്യുന്ന പലവരും ഉണ്ട്. പിള്ളേർ വരെ നിന്ന് നോക്കുക ഇവിടെ. അങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഹോസ്റ്റലിലെത്തി. കലമാരി മൊത്തം തീർത്തു. ഒക്ടോപ്പസ് കിട്ടിയില്ല. പക്ഷെ ഒക്ടോപ്പസ് നാളെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ നാളെ ഇല്ലെന്ന് അയാൾ പറഞ്ഞു. അപ്പം പക്ഷെ നല്ല ക്വയറ്റഡ് ആംബിയൻസ്. സിറ്റിയിൽ നിന്ന് നല്ല ദൂരെയാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു സ്ഥലം. മ്യൂസിക്കും ഞാൻ മാത്രമേ ഉള്ളൂ. ഹായ് ഗൈസ്. ഇപ്പം രാവിലെ എണീറ്റു. സൺറൈസ് ഒക്കെ ചെറുതായിട്ടായി തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ നല്ല ഉറക്കമായിരുന്നു. അടിപൊളി ഹോസ്റ്റല്. മൊത്തം സർഫിങ്ങിൻ്റെ തീമിലെല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പോൾ ഫോണൊന്ന് കുത്തിയിടാൻ വന്നേക്കുക. ഫോൺ രാവിലെ ആയപ്പോൾ ചാവാറായി. 15% അതാവുന്നവരെ ഇരിക്കണം. അത് കഴിയുമ്പോൾ കുളിക്കണം. പക്ഷെ കുളിക്കുന്ന സീൻ ഇച്ചിരി ടഫാണ്. ഷവർ ഒരുമാതിരി ഇങ്ങനത്തെ ഷവർ സിസ്റ്റമാണ്. 2 പേർക്ക് ഒരുമിച്ച് കുളിക്കാം എന്നുള്ള രീതിയിൽ. സാധനങ്ങളൊക്കെ ഉണ്ട്. ഷാമ്പൂ, ഷവർ ചില്ല്, ബ്രഷ്, വേസ്റ്റ് ബ്രഷില്ല, അങ്ങനത്തെയൊക്കെ. പിന്നെ മൊത്തത്തിൽ ഹോസ്റ്റൽ അടിപൊളിയാണ്. വ്യൂ അടിപൊളിയാണ് എന്ത് പറഞ്ഞാലും. ഹലോ ഗൈസ്. ഇപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറേ ചില്ല് ചെയ്തിരുന്നു. ഇപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. ഞാൻ ഇന്നലെ രാത്രി ഈ വഴിയൊക്കെയാണ് വന്നത്. അത്യാവശ്യം നല്ലൊരു സ്ഥലം. ഇതാണ് ഹോസ്റ്റല്. അപ്പം ബേസിക്കലി ഇനിയും ഇവിടെ സാൻ ഫെലിപ്പെ എന്ന് പറയുന്നൊരു ചെറിയൊരു ടൗൺ പോലത്തെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോകാം. അത് ബീച്ചിലോട്ടുള്ളൊരു ക്ലിഫാണ്. ആ കാണുന്ന വെള്ള ബിൽഡിങ്സ് ഇല്ലേ, അതാ. അപ്പം അങ്ങോട്ട് നമുക്ക് ഒന്ന് പോയി നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ക്യാപിറ്റലിലോട്ട് തന്നെ വിടാം. ഇതാണ് മറ്റേ ആ സ്ഥലം, സാൻ ഫെലിപ്പെ എന്ന് പറയുന്ന സ്ഥലം. ഇങ്ങോട്ട് നോക്കിയാൽ അത് കടലും അങ്ങനെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലം. ഓ വാവ്, അടിപൊളി. അപ്പോൾ നമ്മൾ നടന്നങ്ങ് അറ്റം വരെ എത്തിയിട്ടുണ്ട്. ആ ഒരു വാവ്. സോ ബേസിക്കലി ഈ ഫുൾ വില്ലേജ് ഈ ഒരു കല്ലിൻ്റെ എക്സ്റ്റൻഷനേലാണ് ഇവർ പണിതേക്കുന്നത്. അങ്ങനെ നല്ല സൂപ്പർ വേവ്സ്, അടിപൊളി. ഇത്ര റഫായിരുന്നു കടൽ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ജസ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ അങ്ങനെ ടൂറിസ്റ്റും ഇല്ല ആരും. ഇവിടെ എല്ലാം ജസ്റ്റ് ലോക്കൽ ഇവിടുത്തെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇവിടെ നല്ല പാട്ടൊക്കെ കേൾക്കുന്നല്ലോ. അപ്പോൾ ബേസിക്കലി ഇവിടെ കൂടുതലും വയസ്സായവരാണ് ഈ ഏരിയയിൽ. അങ്ങനെ മൊത്തം ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു വെറൈറ്റി സ്ഥലം. എനിവേസ്, അപ്പോൾ നമുക്കിനി ലാസ് പാൽമാസിലോട്ട് പോകാം. ലാസ് പാൽമാസ് അങ്ങോട്ട് വിടാം. ഓക്കെ, അപ്പോൾ അവിടെ കാണാം. അപ്പം നമ്മൾ ലാ പാൽമാസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സർഫ് സ്കൂളുണ്ട്. അവിടെ നിന്ന് ഞാൻ ഒരു കോഴ്സ് അടുത്ത ദിവസത്തേക്ക് വാങ്ങിച്ചിരുന്നു. അപ്പം അത് ചെക്ക് ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നാളെ രാവിലെ 10 മണിക്ക് നമുക്കിവിടെ തിരിച്ചു വരണം. കടൽ കണ്ട് അവിടെ കടൽ, പിന്നെ ഇവിടെ സർഫ് സ്കൂൾ. ഇവിടെ നിന്ന് സാധനങ്ങൾ റെൻറ്റ് ചെയ്യാം. നാളെ പോകുമ്പോൾ വീഡിയോ എടുത്ത് ബാക്കി പറയും.
എങ്ങനെയുണ്ടെന്ന്. ബേസിക്കലി വലിയ ഫാൻസി സ്ഥലമൊന്നും അല്ല ഞാനിപ്പോൾ ഉള്ള സ്ഥലം. ജസ്റ്റ് ഒരു നോർമൽ സ്ഥലമാണ്. ആൾക്കാർ റെസിഡൻഷ്യൽ ഏരിയ പോലെ അങ്ങനെയൊക്കെ പറയും. ഇപ്പോൾ എന്തെങ്കിലും സമയം 11 മണി എന്തെങ്കിലും കഴിക്കണം, അപ്പം അതിനെന്തെങ്കിലും നോക്കുക. പ്ലാൻ ഇപ്പോൾ ഒരു സ്ഥലത്തോട്ടാണ് വെച്ചിരുന്നത്, പക്ഷെ അവിടെ അത്ര ഒത്തൻറ്റിക് ഫുഡാന്ന് തോന്നുന്നില്ല. ഇവിടെ കുറച്ചുകൂടെ ലോക്കൽ ആൾക്കാർ കഴിക്കുന്ന ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്, അപ്പം അങ്ങോട്ട് പോയി നോക്കാം. അടിപൊളി ഒരു ഹാർലി ഡേവിഡ്സൺ പറഞ്ഞു, സൂപ്പർ. ഓക്കെ, മറ്റേ സ്ഥലത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടെ ഒരു ആക്റ്റീവ് സ്ഥലത്തോട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പം ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, നമുക്ക് ചുമ്മാ ഒന്ന് കയറി നോക്കാം. സൂപ്പർ മാർക്കറ്റിൽ എന്താ വിലയും പ്രൈസും. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഫെററോ റോഷറിൻ്റെ ഈ 50% ഡിസ്കൗണ്ട് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കുറേ എന്തൊക്കെയോ ഉണ്ട്, പിസ്താഷ്യോ ചോക്ലേറ്റ്, ഓറഞ്ച് ചോക്ലേറ്റ്, അങ്ങനെ എന്തോ ഉണ്ട്. എല്ലാം എനിക്ക് തോന്നുന്നു ക്രിസ്മസിൻ്റെ തീമായിട്ട് ആക്കി വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം എനിക്കൊന്ന് പൈസ വലിയ വ്യത്യാസമില്ല. ബട്ട് വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് ഇവിടെ വളരുന്ന സാധനമാണ്, അത് കൊള്ളാം. പ്ലാന്റാനോ ദി കാനാരിയാസ്, ഇത് ഇവരുടത്തെ നമ്മൾ നേരത്തെ ട്രൈ ചെയ്ത ലോക്കൽ ട്രോപ്പിക്കൽ ബിയർ. പക്ഷെ ഇത് മൾട്ടി പാക്കായിട്ടല്ല കൊടുക്കുന്നതെന്ന് തോന്നുന്നു, ഇത് സിംഗിളായി എഴുതിയേക്കുന്നേ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും അണ്ടർ 3 pounds എത്രയുണ്ട്, 6 pack അല്ലേ ഇത്? അതെ, 6 packന് ഒരു 3 pounds, നോട്ട് ബാഡ്. അല്ല, ഇവിടെ ഇവിടുത്തെ സീ ഫുഡ്, ഒത്തിരി സീ ഫുഡുണ്ട്. കൂടാതെ വെറൈറ്റി ആയിട്ട് ഒക്ടോപ്പസ് അങ്ങനത്തെ കുറച്ച് വെറൈറ്റി സാധനങ്ങളുമാണ്. അവരുടെ സീ ഫുഡാണല്ലോ ഇവരുടെ മെയിൻ സാധനങ്ങൾ. അപ്പോൾ ഞാൻ സീ ഫുഡിൻ്റെ സെക്ഷൻ തന്നെ സെപ്പറേറ്റ് ആണ്, എന്താണെന്നറിയില്ല. അങ്ങനെ ഒക്ടോപ്പസിൻ്റെ കൊതി തീർക്കാൻ വേണ്ടി ഒക്ടോപ്പസ് വാങ്ങിച്ച് കഴിച്ചു. അതാണ്ട് ബ്രെഡും വന്നിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കണ്ട പോലത്തെ ഒക്ടോപ്പസ് അത് ഇവരുടെ സ്റ്റൈലിൽ ഉണ്ടാക്കിയേക്കുന്നു. ബ്രെഡ്, പിന്നെ അതിൻ്റെ കൂടെ എന്തോ സോസും ഉണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമല്ല. ഒക്ടോപ്പസ് വലിയ കുഴപ്പമില്ല. ഇന്നലത്തെ സ്ക്വിഡ് ആയിരുന്നു ഇതിലും നല്ലത്. സ്ക്വിഡ് നല്ല ക്രിസ്പി ആയിരുന്നു. ഇത് ഫ്രൈഡ് ആണെന്ന് പറഞ്ഞാലുവേ അങ്ങനെ ക്രിസ്പി അല്ല. ഇവിടെ ബീച്ചിലിരിപ്പുണ്ട്. ബീച്ചിൽ അടിപൊളി, ഒരു രക്ഷയില്ല, ഫുൾ ലൈവ്ലി ആയിട്ടുണ്ട്. ഇപ്പം വോളിബോളും അങ്ങനത്തെ പരിപാടികളൊക്കെ. ഈ സൈഡ് ചൂടെ ബീച്ച് ആക്ടിവിറ്റീസ് ഉള്ള സൈഡാണ്. അങ്ങോട്ട് ആ സൈഡിലാണ് സർഫിംഗ് ഒക്കെ. ഇപ്പം സ്കൈ ചൂടെ ക്ലിയർ ആയി, വെള്ളമൊക്കെ കൊണ്ട് ക്ലീനായി. അങ്ങനെ അപ്പോൾ എന്തായാലും നാളെ ഇവിടെ വരേണ്ടതായതുകൊണ്ട് ഞാനിവിടെ കൂടുതൽ നേരം ഇനി സ്പെൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഇനി ഓൾഡ് ടൗൺ എന്ന് പറയുന്ന സ്ഥലത്ത്, ബെക്വെറ്റ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവാം. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ അവിടെ നിന്ന് ബസ് ഇറങ്ങി, വേണ്ട നമ്മുടെ ബസ്സാണ് പോകുന്നത്. ഇപ്പോൾ ഇറങ്ങിയ സ്പോട്ടിൽ തന്നെ കുറേ പഴയ ബിൽഡിങ്സ് ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഇത് അപ്പാരൻ്റ്ലി എന്തോ പഴയ മാർക്കറ്റായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് പോയി നോക്കാം. അങ്ങോട്ട് ഇനിയുണ്ട്, അടിപൊളി. മൊത്തം ഫ്രൂട്ട്സിൻ്റെ സ്ഥലമാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. എല്ലാം ഇങ്ങനെ നല്ല അടുക്കി കളറായിട്ട് മഞ്ഞളായിട്ടൊക്കെ ഇട്ട്, നമ്മുടെ നാട്ടിൽ കൊലയൊക്കെ തൂക്കിയിട്ടേക്കുന്ന പോലെ ഇവിടെ. മറ്റേ എനിക്കിഷ്ടമല്ലാത്ത പഴം കണ്ട്, ഇത് പന്നപ്പഴം, അത് എല്ലാം ഉണ്ട്. ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായി. അപ്പം ഇത് രണ്ടും കഴിക്കാം, പൈസ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന് 5 യൂറോയുടെ ചെറീസും ഇത് എത്രയാണെന്ന് നോക്കാം. താങ്ക് യു. അപ്പം പൈസ കൊടുത്തിട്ട് ബാക്കി. മാർക്കറ്റിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ മൊത്തം ഇങ്ങനെ ബാർ അങ്ങനത്തെ ഐറ്റം സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഇവിടെ ഒരു കസീനോ പോലത്തെ ഒരു സാധനം കിടക്കുന്നു. ഈ ഏരിയ മൊത്തം അങ്ങനത്തെ ഒരു കസീനോ, ബാർ, ആ ഒരു വൈബുള്ള സ്ഥലമാണ്. അതിൻ്റെ ഇവിടെയും എന്തോ കഫേ പോലൊക്കെ, എന്തോ ഒരു ഓൾഡ്
കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഇച്ചിരി ലൈവ്ലി ആണല്ലോ. ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സൈഡിലോട്ട് ഒരു പള്ളി കാണും. നമുക്ക് ആ പള്ളിയുടെ അങ്ങോട്ട് പോകാം. ഇവിടെ വന്നിട്ട് സ്പാനിഷ് പള്ളി കണ്ടില്ലല്ലോ. ഇത് നല്ലൊരു അടിപൊളി സ്ട്രീറ്റ്, കോബിൾ സ്റ്റോൺ ഒക്കെ ഇട്ട് നല്ല വലിയ ഡോർ, വലിയ മാൻഷൻ പോലത്തെ ഡോറൊക്കെ. പക്ഷെ ആക്ച്വലി ഡോർ ചെറുതാണ് കേട്ടോ, ഈ ജയിലിലൊക്കെ ഉള്ള പോലത്തെ ഡോർ. ചെറിയ ഡോർ, പക്ഷെ ഫ്രെയിം നല്ല വലുതാണ്. വിൻഡോയിലും വുഡൻ പാനലിങ്. എനിക്ക് തോന്നുന്നു നല്ല റിച്ച് ടീംസിൻ്റെ വീടാണ് ഇതൊക്കെ. കണ്ടിട്ട് നല്ല മെയിൻ ഒരു സ്ട്രീറ്റാണ്. അത് പള്ളിയാണെന്ന് അറിയത്തില്ല മുന്നിൽ കാണുന്നത്. പക്ഷെ എന്താണല്ലോ നമുക്കൊന്ന് പോവാം, പോയി നോക്കാം. വ്യക്തിക്ക് അടുത്തുനിന്ന് നമ്മൾ നോക്കിയിട്ടില്ല. പക്ഷേ സ്പാനിഷ് ഫ്ലാഗ് ഇതാണെന്ന് തോന്നുന്നു. കാനറി ഐലൻഡിൻ്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് കനാരിയുടെ ഫ്ലാഗാണെന്ന് തോന്നുന്നത്. ഇങ്ങനെ ഒരു മഞ്ഞ നീല വെള്ള അവത്തേൽ എന്തോ എഴുതിയിട്ടുണ്ട്, ഒരു സിമ്പൽ പോലത്തെ എന്തോ ഉണ്ട്, പട്ടിയോ അങ്ങനത്തെ എന്തോ. പക്ഷെ എന്തായാലും ഈ ബിൽഡിങ്ങും അടിപൊളി. ആ ഡോറിൻ്റെ മണ്ടയിലുള്ള വർക്ക് എന്തോ നല്ല, ഇതിന് ഹാൻഡിൽ പോലും നല്ല മെറ്റലിൻ്റെ എന്തോ കോപ്പർ മെറ്റലിൽ വർക്ക് ചെയ്തേക്കുക. നല്ല രസമുണ്ട്. അടിപൊളി. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ ഒരു രക്ഷയില്ല. സൂപ്പർ. ആ ഒരു ഫ്രെയിമും ആ ഒരു കളർ കോൺട്രാസ്റ്റും എല്ലാം കൊണ്ടും അടിപൊളി. നല്ല ടോപ്പിലെ ആ ബാൽക്കണി നല്ല രസമുണ്ട്. വുഡ് വർക്ക്, എല്ലാ വിൻഡോസിൻ്റെ ഫ്രെയിം എല്ലാം നല്ല ഫുള്ള് വുഡും കൊണ്ട് പണിതേക്കുക. ഇതെന്താണെന്നും എനിക്കറിയില്ല, പള്ളിയാന്ന് തോന്നുന്നു. പക്ഷെ അതും കൊള്ളാം. ഈ ഒരു ഫ്രെയിം കൊള്ളാം. ഇവിടെ ഒരു ഫോട്ടോ കിട്ടിയാൽ നല്ലതായിരിക്കും. എല്ലാവരും ഇവിടെ നിന്നാണ് ഫോട്ടോ എടുക്കാൻ നോക്കുന്നു. വരം ചോദിച്ചു നോക്കാം. ഇവിടെ ഇപ്പോൾ കുറച്ച് ജർമ്മൻ ടൂറിസ്റ്റിനെ കണ്ടു. അപ്പോൾ ഒരു പുള്ളി ഫോട്ടോ എടുത്ത് തന്നു. വലിയ രസമൊന്നുമില്ല. പിന്നെ അതായിക്കോട്ടെ, എന്നാൽ ഇതിനകത്ത് എന്തായാലും കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ ഒരു രക്ഷയില്ല. ആ ടോപ്പിലെ ഈ വുഡ് വർക്ക് ഭയങ്കര അടിപൊളി. ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ബിൽഡിങ് ഇവിടെ ഈ ഒരു പോർഷൻ ഓഫ് ദ ടൗണിൽ. ആ ഡോറിൻ്റെ ഫ്രെയിം ആണെങ്കിലും പച്ച നല്ല രസമുണ്ട്. പിന്നെ ആ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടോ, ബേജും ഒരു മഞ്ഞ ഓറഞ്ചും കൂടെ, ആ ഒരു കോൺട്രാസ്റ്റും അടിപൊളി. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഇതൊരു പള്ളി തന്നെയാണ്. കത്തീഡ്രൽ എന്നാണ് എഴുതിയേക്കുന്നത്. കത്തീഡ്രൽ ഡി കനാരിയാസ് വേറെ എന്തോ, പാറ്റിയോ ദെ ലോസ് നരാൻജോസ്. അപ്പോൾ ഇതൊരു പള്ളി തന്നെയാണ്. പള്ളിയുടെ അകത്ത് പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇങ്ങനെ ടാപ്പ ബാർസാണ് ഇവിടെ മൊത്തം. അപ്പോൾ നല്ല രസമുണ്ട്. എല്ലാവരും ഇവിടെ കഫേ പോലെ ഇങ്ങനെ ഇരുന്ന് കഴിക്കും. അകത്തോട്ടും നല്ല ആംബിയൻസും ഒക്കെയുള്ളൊരു അടിപൊളി സ്ഥലം. നല്ലൊരു ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഇതുണ്ട്. ഓക്കെ, എൻട്രൻസ്. ഓക്കെ, ഇത് എക്സിറ്റ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എൻട്രൻസ് എവിടെയാണെന്ന് ഞാൻ തപ്പട്ടെ. ആക്ച്വലി ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്നൊക്കെ പറയുന്നത്. ഒട്ട് മാറി നിന്ന് കാണിച്ചു തരാം. എൻട്രൻസ് തന്നെ ആക്ച്വലി വലിയ ബിൽഡിങ്ങാണ്. അതിൻ്റെ ഇവിടെ ഒരു വലിയ സ്ക്വയർ പോലെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്വയറിലോട്ട് നീങ്ങി നിന്നാൽ പള്ളി ഫുള്ളായിട്ട് കിട്ടും. ഇവിടെ ഇപ്പോൾ മൊത്തം ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ പള്ളിയുടെ ആ ഒരു ഫുൾ സ്ട്രക്ചർ നമുക്ക് മേളിൽ വരെ പോവുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ടിക്കറ്റ് എങ്ങനെയാണ് വിലയെന്ന്. ഇപ്പോൾ ഞാനാണെങ്കിൽ താൻ്റെ പള്ളിയുടെ ഏറ്റവും മേളിലെത്തിയിട്ടുണ്ട്. നല്ലൊരു പള്ളിയായിരുന്നു. ഗോത്തിക് ആൻഡ് നിയോ ക്ലാസിക്കൽ സ്റ്റൈലിൻ്റെ ഒരു പള്ളിയായിരുന്നു. എനിവേസ് അത് ഫുൾ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ആ മേളിലത്തെ ടവർ വരെ നമുക്ക് വരാൻ പറ്റും. അപ്പം ടവറിന് നമുക്ക് ഫുൾ ഈ ലാസ് പാൽമാസ് എന്ന് പറയുന്ന ഫുൾ സ്ഥലം നമുക്ക് കാണാം.
ഇതാ നമ്മൾ താഴെ നിന്ന് കണ്ട സ്ക്വയർ. ഇതിങ്ങനെ ചുറ്റിനും മൗണ്ടൻസാണ്. ഇവിടെ എല്ലാം മൊത്തം ഇങ്ങനെ വീട് ഇങ്ങനെ പണിത് വെച്ചേക്കുക മേളിലോട്ട്. ആൻഡ് ഈ സൈഡിലോട്ട് നോക്കിയാൽ ഇവിടെ കടല്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും മേളിലത്തെ സ്പോട്ട് വരെയും പോവാം. അപ്പോൾ അത് അങ്ങോട്ട് കയറാൻ പറ്റും. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. എന്നാലും പള്ളിയിൽ വരാൻ 6 euros ആയി. സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് 4 euro. പക്ഷേ ഞാൻ ഓർത്തു ഓക്കെ കുഴപ്പമില്ല, 6 euros കൊടുത്തിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ മേളിലത്തെ സ്റ്റെപ്പിലോട്ട് നമുക്ക് കയറാൻ പറ്റും. ഓ ബ്യൂട്ടി, അടിപൊളി. ഇത് നേരെ ഒരു ഇതാണ്, പക്ഷേ അടിപൊളി, നല്ല രസമുണ്ട്, മൊത്തം കാണാം. ആ സൈഡിലോട്ട് എന്താ വരുന്നത്. നമ്മൾ നേരത്തെ താഴ്ന്ന് കണ്ട അതേ ഒരു വ്യൂ തന്നെ. വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല ഇവിടെ അവിടെ. ഞാൻ ഈ കപ്പും പിടിച്ച് നാട്ടുകാരൊക്കെ എന്നെ പ്രാകുന്നുണ്ട്. എനിവേസ് അപ്പോൾ അങ്ങനെ കൊള്ളാം. അപ്പോൾ ഇനി നമുക്ക് താഴെ ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും ക്ലോസ് ചെയ്യാൻ സമയം 3:45, 3:50, 4 മണിക്ക് അടയ്ക്കൂ. നമ്മളിപ്പോൾ ഓൾഡ് സിറ്റിയിൽ നിന്ന് ന്യൂ സിറ്റി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അയലറ്റ എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ട് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അയലറ്റ എന്ന് പറയുമ്പം ഇവിടെ നിന്ന് കാണത്തില്ല, എന്തായാലും ആ സൈഡിലോട്ട് ഒരു പെനിൻസുല പോലെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നാച്ചുറലാണ്. അപ്പോൾ നമുക്ക് സൺസെറ്റ് നല്ലതായിട്ട് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ആ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം. ഹായ് ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ അയലറ്റ ആ ടൗണൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ താണ്ട് നടന്ന് അടുത്ത് നമുക്ക് വ്യൂ പോയിന്റിലോട്ട് നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു കയറ്റോ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ കൂടെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം ലാൻഡ്സ്കേപ്പ് മൊത്തം ചേഞ്ചായി, ബട്ട് വ്യൂ ഒരു രക്ഷയില്ല. ഒറ്റ സെക്കൻഡ് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ കാണുന്ന വ്യൂ. ബീച്ച് ഇങ്ങനെ കാണാം. നമ്മൾ രാവിലെ നടന്ന ആ ബീച്ച് ഇവിടെ ഇങ്ങനെ ഇത് കയറി ഇങ്ങനെ വരുന്നു. ഇതാണ് അയലറ്റ. ഇങ്ങനെ അത് മേളിൽ വരെ പോവാം. അപ്പോൾ മേളിൽ വ്യൂ പോയിൻ്റ് അടിപൊളിയാണെന്നാണ് കേൾക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഓൾമോസ്റ്റ് എത്തി. നല്ല ഇൻക്ലിനേഷനുണ്ട്, കുഴപ്പമില്ലാതെ. മേളിലൊരു കുരിശൊക്കെ ഇരിപ്പുണ്ട്. മറ്റേ അവിടെ മേളിൽ നിന്നുള്ള ആൾക്കാർ താഴോട്ട് വരുന്ന വേറെ ഏതോ റൂട്ടിൽ കൂടെ പോകുന്നുണ്ട്. ഇങ്ങനെ ആയിരുന്നു എന്തോ എളുപ്പം. മറ്റേ സൈഡിൽ ഇവിടെ കുറേ വീടുകളൊക്കെ കാണുന്നുണ്ട്. അത്യാവശ്യം ഒരു റെസിഡൻഷ്യൽ കോളനിയാണെന്ന് തോന്നുന്നു. ഒരു പുതിയ റെസിഡൻഷ്യൽ ഏരിയ പോലെ. ഗൈസ്, നമ്മളിവിടെ ഓൾമോസ്റ്റ് എത്തിയതാണ്ടേ. ടോപ്പ് കാണാം. അടിപൊളി. സൂപ്പർ. ഇതാണ് ഇവിടുത്തെ, ഐ തിങ്ക് അതാണ് ടോളസ്റ്റ്. ബട്ട് അതേ ഓൾമോസ്റ്റ് ഓൺ പാർ നിൽക്കുന്നൊരു വ്യൂ പോയിൻ്റാണിത്.
സൺസെറ്റെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരം കാണാം. ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇവിടെ ബസ്സിന് വേണ്ടി കാത്തിരിക്കുക. രാവിലെ ഇറങ്ങി ഇന്ന് സർഫ് ലെസൺ പറഞ്ഞ പോലെ സർഫ് ലെസണിന് പോവാം. അകത്ത് ആദ്യം ടീഷർട്ടാണ് ഇട്ടത്, പക്ഷേ നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പെന്ന് വെച്ചാൽ ഒരു 18-17 ഡിഗ്രി ഉണ്ട്. എനിവേസ്, സോ അടിപൊളി വെതറാണ് ഇന്ന്. അത്യാവശ്യം സണ്ണ് വെളിയിലോട്ട് ഇറങ്ങി വരുന്നുണ്ട്, അതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഇന്ന്. മൗണ്ടനൊക്കെ നോക്കിയാൽ തന്നെ നല്ല ക്ലിയർ സ്കൈ ആയിട്ട് വരുന്നുണ്ട്. ക്ലൗഡ് ഉണ്ട് എന്നാലും, ബട്ട് സ്റ്റിൽ കമ്പയർഡ് ടു യെസ്റ്റർഡേ ബെറ്റർ ഒരിതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഗ്രാൻഡ് കനാരിയ സർഫ് സ്കൂൾ എത്തിയിട്ട് ബാക്കി. ഹലോ ഗൈസ്, അപ്പോൾ വെറ്റ് സൂട്ട് ഇടാനുള്ള പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. ഇട്ട് കഴിഞ്ഞിട്ട് വിളിക്കും. ഇപ്പം തുണി മാറി, പക്ഷേ ഇച്ചിരി ചോദിച്ചു നോക്കാം അവർക്ക് ഇങ്ങനെയാണോ ഇരിക്കേണ്ടത്. ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. ലാർജ് വേണം ചോദിച്ചു നോക്കാം. വേണ്ടെന്ന് നേരത്തെ തന്നെ ഇടും. കൂടുതൽ പക്ഷെ കൊള്ളാം. ഗൈസ്, അപ്പോൾ ഇവിടെ നമ്മൾ വന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട്. സർഫിങ് സൂട്ടും സാധനങ്ങളൊക്കെ റെഡി ഇട്ടു. ഇപ്പോൾ ഇനിയും നമ്മുടെ ഇൻസ്ട്രക്ടർ ആശാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളി റെക്കോർഡ് ചെയ്ത് തരാം. അപ്പോൾ അതിൻ്റെ ജോപ്പർ അപ്പോൾ പുള്ളിയുടെ കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും നല്ല ഫുട്ടേജ് പുള്ളി എടുത്താൽ കിട്ടും. എന്തായാലും ഇപ്പം ഇനി ആദ്യം തുടക്കം ക്ലാസ് ആണെന്നാണ് തോന്നുന്നത്. ഒരു ബ്രീഫിംഗ് പോലത്തെ പരിപാടി. ഇപ്പം എല്ലാവരും സർഫ് ബോർഡൊക്കെ എടുത്തു. ഇനി ഞാനും എൻ്റെ പോയി എടുക്കണം. സർഫ് ബോർഡ് എടുത്തു, എന്നിട്ട് ബാക്കി ബീച്ചിൽ ചെന്നിട്ട്. അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങി. ഇപ്പോൾ ബീച്ചിൻ്റെ സൈഡിലോട്ട് നടക്കുക ഇവരെ ഇൻസ്ട്രക്ടർ. അപ്പോൾ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചേക്കും ഇവർ. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഒരു 5-6 പീപ്പിൾ, 7 മാക്സ് ആണെന്ന് തോന്നുന്നു, ഇത്രയും പേര് ഉള്ള ഗ്രൂപ്പ്. Okay, so the point of the leash pointing outside so it doesn't bother you. Okay, now how do you get it off? You see this thing? Yeah. You pull it out. Okay. And easy. Okay, perfect. Really important thing, okay guys, it's really important you don't go like you're petting your dog. Okay. Like this. Okay, really important. Why? The power of the wave can hit you hard on your fingers and you can lose them. Okay, it's really, really important. Goes inside. Okay, and you bend all the time. Remember, if the butt goes down, better. The center of gravity is next to the board, so you will have more balance. Okay, so the more you bend, the better you have more control. Okay. Okay. Also, your front foot is like an accelerator, and your back foot is like a brake. If you accelerate too much, what is going to happen? Nose dive. Nose dive. Nose dive. If you're going back too much and you're braking too much, like the handbrake of the car, Yeah. the same. You're gonna slow down. Okay. So you have to keep the balance between your front leg and your back leg. Yeah. So you keep on going on the way. Okay. The idea is that your board goes like this with the water, not like this and not like this. Yeah. Parallel. Okay. Okay? The wave is coming. So, you will lay down. You paddle. And then, അങ്ങനെ ഒരു അടിപൊളി സർഫിംഗ് സെഷൻ കഴിഞ്ഞു. ദേഹം മൊത്തം വേദനയായി. ഇപ്പം എൻ്റെ കൂടെ വന്ന ടീംസ് കണ്ട് അവിടെ ഇരിപ്പുണ്ട്. അവിടെ കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് 2 hours കൂടെ എടുത്തു. ഡൈവ് ഇൻസ്ട്രക്ടർ എന്തൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ദേഹത്തിനൊക്കെ ഭയങ്കര വേദന, ഷോൾഡറും തലയൊക്കെ ചെന്ന് ഇടിച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പം ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം ബാക്കി എന്താവും രാവിലെ എന്നൊക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും കഴിക്കണം, കഴിച്ചിട്ട് നേരെ എയർപോർട്ടിലേക്ക്. അപ്പോൾ എനിവേസ്, താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഗ്രാൻഡ് കനേറിയയുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.
ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ എയർപോർട്ടിലെത്തി, ചെക്ക് ഇൻ കഴിഞ്ഞു, ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കയറാൻ പോയി. ഇപ്പോൾ എനിക്ക് ഒരു ജലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാളത്തെ ജോലി എന്താവും എന്തോ. അപ്പോൾ ചെയ്യൂ ഇടാനുള്ള പ്രയത്നത്തിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. ഇട്ട് കഴിഞ്ഞിട്ട് വിളിക്കാം.